വന്നത് വണ്ടി നിന്ന്. ഇഷ്ടായോ? ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ? ഹലോ ഫ്രണ്ട്സ്, ബി ഫാമിലി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ട്രിപ്പ് വന്നേക്ക് കേട്ടോ. അതെ, ഇവിടെയാണ് സംഭവം. 900 കണ്ടി വയനാട് 900 കണ്ടിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. 900 അല്ല, അത് കട്ട് ചെയ്തോളാം, കുഴപ്പമില്ല. കട്ട് ചെയ്തോളാം. അത് വന്നത് പിള്ളേര്. അപ്പൊ നമ്മുടെ കൂടെ എന്റെ വൈഫ്, കൊച്ച്, ഞങ്ങള് ഫ്രണ്ട്സാണ്. അഖില്, മാളു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുട്ടുവും മാളും എന്തെങ്കിലും ആവട്ടെ, കുട്ടുവും മാളും അങ്ങനെ വിളിക്കണവരെ. അപ്പൊ കുട്ടുവും മാളും കൂടെ കൂടിയിട്ടാണ് വന്നേക്കണേ. ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും പേരുണ്ട്. അപ്പൊ നമ്മൾ 900 കണ്ടിയിൽ എത്താൻ ഫുൾ ഓഫ് റോഡാണ് കേട്ടോ. അതായത് മേപ്പാടിയിൽ നിന്ന് നമ്മളൊരു 9 കിലോമീറ്റർ ഉണ്ടാവും. 9 കിലോമീറ്റർ ഫുൾ ഓഫ് റോഡാണ്. പിന്നെ നല്ല ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ്. നമുക്ക് അടിപൊളി സൂപ്പറാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾ കൊണ്ടുവരാൻ വേണമെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ ബെറ്റർ. ഏറ്റവും നല്ലത് ഒരു 4 വീൽ ഡ്രൈവ് വണ്ടി പ്രൈവറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ പോലെയാണ്. അപ്പൊ നമുക്കൊരു ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഒരു നല്ല എക്സ്പീരിയൻസും കിട്ടും. പിന്നെ പ്രൈവറ്റ് വണ്ടി, കാറ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല. വഴി അത്യാവശ്യം ഓഫ് റോഡ് റേഞ്ച് തന്നെയാണ്. ജീപ്പ് ചെയ്യുന്നവരാണ് ഇപ്പൊ അത്യാവശ്യം ജീപ്പിനാണ് എല്ലാവരും കയറി വരുന്നത്. അപ്പം നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ഒരിക്കലും നമ്മുടെ വണ്ടി കൊണ്ടുവന്നാൽ മാത്രമാണ് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് വണ്ടിയിൽ ഇരുന്നാലും. അത്രയ്ക്ക് നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടുന്ന് അടുത്താണ്, കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അതൊക്കെ ഇവര് തന്നെ നമ്മളെ കവർ ചെയ്യും. ഇപ്പൊ ഈ റിസോർട്ടിൽ നിന്ന് ഇവര് തന്നെ കവർ ചെയ്യും. അതിന്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ വരുന്നുണ്ട്. എല്ലാവരും വാച്ച് ചെയ്യും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പക്ക ഇതാട്ടോ, നമ്മുടെ ഫുള്ള് കോടയാണ് ഇവിടെ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ രാത്രി കാഴ്ചകളാണ്. നമുക്കിനി പകല് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഇവിടം വരെ ഞങ്ങൾ എത്തിയതും വരുന്ന വഴിയും ഓഫ് റോഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇപ്പം ഞങ്ങളൊരു ഏകദേശം ഒരു 5 മണിയോടുകൂടി യാത്ര തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിയാണ്. അപ്പോൾ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ പോണേ. അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ ജസ്റ്റ് കഴുകിയിട്ടുണ്ട്. എല്ലാരും വണ്ടി കഴുകുക. അപ്പം നമ്മൾ ചുരത്തിലെത്തിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല കോടയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും തിരക്കില്ലല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ ബാണാസുര സാഗർ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വീട്ടിലിരുന്ന് മടുത്ത കാരണം അങ്ങ് ഇറങ്ങിയേക്കുവാണ്. ഒരുപാട് തിരക്കുണ്ട്. നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഡാമിൻ്റെ പഴയ എൻട്രൻസ്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട എൻട്രൻസ് ആയിരുന്നു, ഇത് പഴയതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡാമിൻ്റെ എന്താ പറഞ്ഞേ ഷട്ടറും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ ഡാമിനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞങ്ങൾ ഏകദേശം 1 മണിയോട് കൂടി മേപ്പാടി ജംഗ്ഷനിലെത്തി. മേപ്പാടി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പോകേണ്ടത് സൂചിപ്പാറ റൂട്ടാണ്. നേരെ പോയി സുൽത്താൻ ബത്തേരി ഊട്ടിയൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമുക്ക് സൂചിപ്പാറ റൂട്ട് പോയിച്ച് ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ഇനി ഇവിടെ ദൂരം പോകാനുണ്ട്. അങ്ങനെ വയനാട്ടിലെ ഏറ്റവും നീളം കൂടിയ ഒരു സിപ്പ് ലൈനായിട്ടോ ഇത്, അതായത് റോപ്പ് വേ ഏറ്റവും നീളം കൂടിയതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പോണ വഴി ഇതിലും കയറണമെന്നുണ്ടെങ്കിൽ കയറാം. അപ്പോൾ നമ്മൾ പേയാൻ പാർക്കിൽ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തു. ഇനി അവരുടെ റിസോർട്ടിൻ്റെ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് പോകുന്നവരുണ്ട്. മേളിൽ കുറേ 2-3 റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോകാൻ അവരുടെ വണ്ടി തന്നെ അവർ കൊണ്ടുപോവാണ്. ഇതൊക്കെ ഇതേ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുക കേട്ടോ. കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത 1.5 വർഷം ആവുന്നേ ഉള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ കട്ടറുണ്ടായി. നമ്മൾ വണ്ടി ഇതുപോലെ ഹോൺ അടിച്ച് പോയില്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടി വന്നത് നല്ല റിസ്ക്കാണ് സൈഡ് കൊടുക്കാനൊക്കെ. അതിനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈഫും മോളോടെ ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ മാളും ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മേളിലാണ്. നമ്മുടെ മാളുവിൻ്റെ വീട് വയനാടാണെങ്കിലും പുള്ളിക്കാരി ഇതുപോലെ ട്രക്കിങ്ങും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് കാരണം ഈ വരവ് കുണ്ടും കുഴിയും ചാടി കാരണം പുള്ളിക്കാരി ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വെച്ചിട്ട് അവരിവിടെ ഇറങ്ങി നടക്കുവാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ അവർ വണ്ടി കയറും. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറിയേക്കാണ്. ഇവിടെ നിന്നും ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഏകദേശം 1 കിലോമീറ്ററോളം അകത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് അപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത്. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിക്കുകയാണ്. ഇതാണ് നമ്മുടെ 900 മൂഡ് സിക്കോ റിസോർട്ട്. അപ്പം ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മളിവിടെ എത്തി. നമ്മൾ ഏകദേശം ഒരു 2 മണി പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 2:30 കൂടിയാണ് അവിടെ ഇപ്പോൾ എത്തിയേക്കണത്. സംഭവം അടിപൊളി കേട്ടോ. കാടിൻ്റെ നടുക്കൊരു വീടെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നല്ല അടിപൊളിയാണ്. 4 റൂമുണ്ട് ഇവിടെ. അപ്പോൾ ഈ 4 റൂമിലും ഗസ്റ്റുകളുണ്ട് ഇന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂയും കാര്യങ്ങളൊക്കെ. ഈ താഴെ കാണുന്നതാണ് കിച്ചൺ. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ പോയി കഴിക്കാം.
രാത്രി ഇപ്പോൾ നല്ല കോടമഞ്ഞാട്ടോ പുറത്ത്, അത്യാവശ്യം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു നല്ല തണുപ്പും കാര്യങ്ങളും, പിന്നെ ചെറിയ മഴ പൊടിയുണ്ട്. ഒരു നല്ലൊരു എന്താ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഒരു വന്ന് ഫീൽ ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഏതായാലും വന്നത് എന്തായാലും ഒരു നല്ലൊരു സ്ഥലത്താണ്, അടിപൊളി എന്താ പറയണേ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതേ രണ്ടുപേരും അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പണി നോക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ട്, സലാസ്, ചിക്കൻ കറി ആണോ, ചിക്കൻ ഫ്രൈ, അങ്ങനല്ലേ ഫുഡ്. ഇപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇനി ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പ് ഫയറിന് ഒരു വന്നുണ്ട്, അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അടുത്തൊരു മൂഡിലേക്ക് പോവാണ്. ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്, നല്ല മഴയുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാളവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. നല്ല മഞ്ഞാണ്, ആൾക്കാർ ആരെയും കാണാൻ പറ്റും. എടുത്തിട്ടുണ്ട്. കാണാം അടിപൊളി. നമ്മുടെ കൂടെ ഇവിടെ ബാക്കി റൂമിലുള്ളവരൊക്കെ തിരിച്ചു പോയിട്ടോ മഴ കാരണം. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ എത്തിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളിപ്പോൾ തന്നെ പോകും. ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട്. നല്ല മഴയുണ്ട്, നല്ല മഞ്ഞുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ. മഴ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം, വേഗം പോയി കിടന്നുറങ്ങാനുള്ള പണി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരം വെളുത്തു, ഇച്ചിരി വൈകിപ്പോയി എനിക്കിപ്പോൾ. എന്നാലും ദേ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഞ്ഞ് പിടിച്ചിരിക്കും കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല തണുപ്പാട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. മാന്, മയില്, മ്ലാവ്, പിന്നെ മലയണ്ണൻ, അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട്. അതിനെ നോക്കി ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. രാവിലെ തന്നെ വരുമെന്ന് പറഞ്ഞു. തണുക്കണ്ട വിളിക്ക്, നല്ല തണുപ്പാണോ? ഇവിടെ എന്നാ വരുന്ന പറഞ്ഞ മാനോ? മാനും ചിങ്കുനും വരുമോ? എന്തോ ചിങ്കന്റെ ഒക്കെ നഖത്തിൽ നറച്ചുണ്ടാകാ. എന്നാ ചെയ്യണേ? പുള്ളിപ്പോ എവിടെയാ ഉള്ളേ? പുള്ളിപ്പോ എവിടെയാ? എവിടെ? പിന്നെ എന്നാ വന്നേ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ രാവിലെ കാപ്പി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും നമ്മുടെ ഫുഡ് എത്തി. ഏകദേശം ഒരു 8:30 മണിയായിട്ടുണ്ട്. 8:30 ആയപ്പോഴത്തേക്കും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പൂരി ഉണ്ട്, പുട്ടുണ്ട്, മുട്ടക്കറി ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ കാപ്പിയുടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഏകദേശം ഇവിടുന്ന് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ നമ്മൾ അഡീഷണൽ ചാർജ് കൊടുക്കേണ്ടി വരും, വണ്ടിയുടെ പൈസ. റോട്ടിൽ നിന്ന് റിസോർട്ടിലേക്ക് പോയതിനേക്കാളും കഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ്. അത് കുറച്ചും കൂടെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചിടയൊക്കെ നല്ല വഴി പോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇതായാലും ബൈക്കിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നടന്നും കുറേ പേര് പോകുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ഒരുപാട് ഫോൺ അടിക്കണം. ഫോൺ അടിച്ചടിച്ചടിച്ച് നമ്മൾ മേളിൽ നിന്ന് വണ്ടി വണ്ടെന്നുള്ള ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കയറുക. ഞങ്ങളുടെ കൂടെ റിസോർട്ടിലുണ്ടായിരുന്ന ഒരു ഫാമിലി കൂടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്താണ് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ക്ലാസ് ഫുഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ നിന്ന് വണ്ടി തന്നെ ഉണ്ടോ? ആ വണ്ടി പോവാൻ അതല്ലേ? ആ ആ വിളിച്ചോളാം കേട്ടോ. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. പാസ് എടുത്തു. 200 രൂപയാണ് പാസിൻ്റെ റേറ്റ്. അതായത് റോപ്പ് പ്ലേ ഉണ്ട്, പിന്നെ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് ഉണ്ട്, ഷൂട്ടിങ്, ട്രീ ടോപ്പ് വ്യൂ, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഒരാൾ ഓടി കയറണം കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് ഓടിക്കറ
ചെറിയ ആദ്യത്തെ വിലയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില വിൽക്കും. ചെരുപ്പൂര് പോയാ തരാം. പോട്ടെ. നമ്മൾ ഏകദേശം ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ എത്തിട്ടോ. ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. ഭയങ്കര അണപ്പ, വണ്ടിയുടെ ട്രെക്കിങ്ങും അതിഭയാനകരമാണ്. ഇടുത്തലക്കിയ വണ്ടി തന്നെ. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. സൂപ്പറാണ്, അടിപൊളിയാണ്. ചെറിയ പിള്ളേർക്കൊക്കെ അത്യാവശ്യം കളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. മതിയാ കയറിക്കോ. ഇരിക്കേ. ഇരുന്ന് ഊർന്നുവാ. ഇരിക്കേ. പോരെ, ഊർന്നു വരെ. താങ്ക് യു. മാത്രമുള്ള ആരുടെ ബ്രേക്കായി പോണേ. പ്രാവോ? വെള്ള പ്രാവ് കാണിക്കുന്നുണ്ട്. ഇതേ താഴെ ഒരു പ്രാവ് ഇരിക്കുന്നുണ്ട്. ഏടാ താഴെ ഇതേ ബ്ലാക്ക് പ്രാവ്, ബ്രൗൺ കളർ പ്രാവ് കണ്ടാ. ഇത് ഇവിടെ ലവ് ബേർഡ്സ്. ഇത് ഒരു കുഞ്ഞുക്കിലിരിക്കുന്നുണ്ടോ? അത് അതിന്റെ പേരെന്നാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളിപ്പോ എന്നാ പറയണേ, ഇപ്പൊക്ക് പേരറിയില്ലേ? തത്താന്ന് പറയാൻ നമുക്ക്. റെഡ് ചുണ്ടുള്ള തത്ത. റെഡ് ചുണ്ടുണ്ട് അതിന്. കണ്ടാ ദേരിക്കും. കണ്ടാ അതിന്റെ അമ്മ. ഇന്ന് താഴെ വേറെ ഉണ്ട്. ഒരെണ്ണം അടുത്ത് വന്നിന്ന് വെള്ളം കുടിക്കുന്നു. എന്താ എന്നോട് വർത്താനം പറഞ്ഞേ. ഹലോ, എന്റെ പേരെന്നാന്ന് വെച്ച്? കണ്ടോ, തലയും കുത്തിക്കണമെന്നാ പറക്കണത്. ഒരു ചെറിയ ക്രിക്കറ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മെയിനായിട്ടുള്ള സംഭവം ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്.
മേളിൽ കാണാനാണ് വ്യൂ പോയിന്റ്. നമുക്ക് ആദ്യം ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് വ്യൂ പോയിന്റിലേക്ക് പോകാം. ചെരുപ്പൊക്കെ ഉരുട്ടിട്ട് വേണം കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ. ചെളിയോ? അവിടെ ചെളിയില്ല, ചെളിയില്ലാത്തോണ്ട് നടണം. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് വീഡിയോ ഉണ്ടോ? വീഡിയോ ഉണ്ടോ? നമ്മൾ വന്നാലും നടന്നാന്ന് കേട്ടത്. ഇഷ്ടായോ? ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ? ഒരാളോടെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടി ഉണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളും വ്യൂ പോയിന്റ്. താഴേക്ക് നോക്കുമ്പോൾ ഒക്കെ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ നിൽക്കണത്. ഇനി നമുക്ക് മേളിലെ വ്യൂ പോയിന്റിലേക്ക് പോകാം. അതായത് മരത്തിൻ്റെ മുകളിൽ നമ്മളവിടെ കയറാൻ തുടങ്ങും കേട്ടോ. കയറുക, പതുക്കെ കയറുക.
നമ്മൾ ഏകദേശം വന്നപ്പോൾ തിരക്ക് തീരെ കുറവായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ, അത്യാവശ്യമല്ല ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കായി. അപ്പോൾ നമ്മൾ തിരിച്ച് ബാക്ക് ടു ഹോം പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ വരുന്നവരെ ദിസ് ഈസ് ഫ്രം